أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ومن اتبعهم إلى يوم الدين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ നമ്മുടെ 15ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച തർക്കീബ്, അതായത് കൂട്ടി യോജിപ്പിക്കുന്ന രണ്ട് പദങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതിൻ്റെ നിയമങ്ങൾ ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹയിലേക്ക് നമുക്ക് കടക്കാം. അതിൽ ഒന്നാമത്തത് ഇറാബാണ്. ഇറാബ് എന്ന് പറഞ്ഞാൽ ഒരു പദത്തിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് വരുന്ന ഹർക്കത്തിനെയാണ് ഇറാബ് എന്ന് പറയാം. നമ്മൾ ഹർക്കത്തിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിലൊക്കെ ഹർക്കത്തുകൾക്ക് നമ്മൾ ഫത്ഹിന് നസ്ബ് എന്ന് പറയും, കിസറിന് ജർ എന്ന് പറയും, ലമ്മിന് റഫ എന്ന് പറയും, സുക്കൂനിന് ജസ്മി എന്ന് പറയും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ പറഞ്ഞു വന്നത് നമ്മൾ നസബ് പറയുമ്പോൾ ഫതഹ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ വേണ്ടി, ഒരു മനസ്സിലൊന്ന് ഉറപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആ സാങ്കേതിക പദങ്ങൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഫതഹിന് നസബ് തന്നെ പറയുള്ളൂ, പിന്നെ ഫതഹ് എന്ന് പറയില്ല. അപ്പോൾ അത് എല്ലാവരും ഓർമ്മിച്ച് വെക്കുക. അപ്പം ഈ അവസാനത്തെ അതുമാതിരി ഇറാബ്, ഈ ഇറാബ് എന്ന് പറഞ്ഞാൽ ഒരു പദത്തിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് വരുന്ന ഹർക്കത്തിനെയാണ് ഇറാബ് എന്ന് പറഞ്ഞത്. ആ ഇറാബ് ചിലപ്പോൾ നസ്ബായിരിക്കും, ചിലപ്പോൾ ജറായിരിക്കും, ചിലപ്പോൾ റഫ ആയിരിക്കും, അല്ലെങ്കിൽ ജസ്മായിരിക്കും. എന്തിനായാലും ശരി, അതിപ്പോൾ എത്ര അക്ഷരങ്ങളുണ്ടെങ്കിലും ശരി, അവസാനത്തെ അക്ഷരം ഏതാണോ അതിൻ്റെ ഹർക്കത്തിനെയാണ് ഇറാബ് എന്ന് പറയാം. അപ്പോൾ അതാണ് ഇറാബ് എന്ന് പഠിക്കാൻ പറ്റുന്നത്. അത് ഏത് രൂപത്തിലും വരും. അതിൽ തന്നെ നമ്മൾ ഇസ്മുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറബി ഭാഷയിലെ 75% ഇസ്മുകളും 3 തരം ഇറാബുകൾ സ്വീകരിക്കുന്നവയാണ്. 85% പദങ്ങളും. അത് തൻവീനുള്ളതാവാം, തൻവീനില്ലാത്ത നസ്ബാവാം, അല്ലെങ്കിൽ ജറാവാം, റഫ ആവാം. അപ്പോൾ 75% 3 രൂപത്തിൽ വരും. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൻ്റെ മുമ്പിൽ പറഞ്ഞു, ഫെയില്, ഫായില്, മഫൂല്. ഫായിൽ എപ്പോഴും റഫ ആയിരിക്കും, മഫൂൽ എപ്പോഴും നസ്ബായിരിക്കും നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു സെൻറ്റൻസ് കണ്ടാൽ അതിൽ റഫായുള്ള ഇസ്മായിരിക്കും ഫായിൽ. ഫായിൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്ത ആൾ. എന്തിന്മേലാണോ പ്രവർത്തിച്ചത്, ആ പ്രവൃത്തി എന്തിന്മേലാണോ ചെയ്തത് അത് മഫൂലായിരിക്കും. അതിൻ്റെ ഇറാബ് എപ്പോഴും നസ്ബായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഉദാഹരണങ്ങൾ നമ്മൾ ഖുർആനിൽ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇറാബുകൾ മാറി വരുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും, സ്ഥാനം വ്യത്യാസം ഉണ്ടാവും. ഒന്ന് ചെയ്യുന്ന ആളാണെങ്കിൽ എന്തൊരു പ്രവൃത്തി എന്തിലാണ് ചെയ്തിട്ടുള്ളത് അതായിരിക്കും മഫ്ഊലുൻ ബിഹി, മഫ്ഊൽ എന്ന് പറയും. മഫ്ഊൽ എന്ന് ചുരുക്കത്തിൽ മഫ്ഊൽ എന്ന് പറയും. ശരിക്കും മഫ്ഊലുൻ ബിഹി എന്നാണ് അതിനെ പറയുക. അപ്പം അങ്ങനെ ഇറാബ് മാറി വരുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇറാബ് വീണ്ടും പറയുന്നത്. ഇനി ഒരു പദം ഒരു സെൻറ്റൻസിൽ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കാനുണ്ട്. 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിലൊന്ന് ജിൻസാണ്. ജിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് അറബി ഭാഷയിൽ എന്തൊരു പദം എടുത്ത് നോക്കിയാലും ഒന്നൊരിക്കലും അത് മുദക്കറായിരിക്കും അല്ലെങ്കിൽ മുഅന്നസായിരിക്കും. മുദക്കർ തന്നെ പുല്ലിംഗം, മുഅന്നസ് തന്നെ സ്ത്രീലിംഗം. അത് രണ്ടും അല്ലാത്തൊരു വേർഡ് ഉണ്ടാവുകയില്ല. അപ്പോൾ പറയാൻ പോകുന്ന കാര്യം, സെൻറ്റൻസ് ഉപയോഗിക്കുന്ന വേർഡ് മുദക്കറാണോ മുഅന്നസാണോ എന്ന് അറിഞ്ഞിരിക്കണം. മുഅന്നസ് തിരിച്ചറിയാനുള്ള 5 അടയാളങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അടയാളത്തിൽ ഏതെങ്കിലും ഉണ്ടാകുന്ന നോക്കുക, ഇല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ മുദക്കറായിരിക്കും. അത് കണ്ടുപിടിക്കാനുള്ള മാർഗം. അപ്പോൾ സെൻറ്റൻസിൽ ഉപയോഗിക്കുന്ന പദം മുദക്കറാണോ മുഅന്നസാണോ എന്ന് അറിയണം.
അതുപോലെ അതത് അതെന്ന് പറഞ്ഞാൽ നമ്പർ. കാരണം അറബിൽ ഒന്നിന് പ്രത്യേക പദം പറയണം, രണ്ടെണ്ണത്തിന് പ്രത്യേകം പദം പറയണം, രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ ബഹുവചനമാവുകയുള്ളൂ, അതായത് ജമ്മാവുകയുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഏകവചനമാണോ ദ്വിവചനമാണോ ബഹുവചനമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ കൈൻഡ്, വസാത്ത്, അതിൻ്റെ സ്റ്റാറ്റസ് മാരിഫയാണോ നക്രയാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. മാരിഫ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് മാരിഫയാണെന്ന് മനസ്സിലാക്കാം, ഇല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നക്രയായിരിക്കും. അപ്പം അതും നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ കേസ് എൻഡിങ്, അവസാനത്തെ അക്ഷരത്തിനുള്ള ഹർക്കത്ത്, അതാണ് എറാബ് എന്ന് നമ്മൾ പറഞ്ഞത്. ആ എറാബ് എന്താണെന്ന് മനസ്സിലാക്കും. റഫ ആണെങ്കിൽ ഫായിലായിരിക്കും, നസ്ബാണെങ്കിൽ മഫൂലും ബി ആയിരിക്കും. അമാര് അത് രണ്ടുമല്ല. ജെറാണെങ്കിൽ രണ്ട് സമയത്ത് മാത്രമാണ് ഒരു ഇസ്മിന് ജെറ് വരിക. ഒന്ന് മുദാഫ് ഇലൈഹി ആയി വരുമ്പോൾ എപ്പോഴും അത് ജെറായിരിക്കും. അതല്ലെങ്കിൽ ജെറിൻ്റെ ഹർഫുകളിൽ ഒന്ന് ഏതെങ്കിലും ഒരു ഇസ്മിൻ്റെ മുന്നിൽ വന്നാൽ അതും ജെറായിരിക്കും. ഇങ്ങനെ രണ്ടവസ്ഥയിലാണ് ജെറ് വരിക. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയാൽ സെൻറ്റൻസിൽ ഒരു സെൻറ്റൻസ് നമ്മളെ മുന്നിൽ വരുമ്പോൾ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെ രണ്ട് സെൻറ്റൻസിൽ കൂട്ടി യോജിപ്പിക്കുക. മുറക്കബ് എന്ന് കൂട്ടിച്ചേർക്കുക. രണ്ട് പദങ്ങൾ കൂട്ടി യോജിപ്പിക്കുക. ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ചില നിയമങ്ങളുണ്ട്. അതിലൊന്നാണ് മുബ്തദ ഖബർ. മുബ്തദ ഖബർ ഇതാണ് പൂർണ്ണ സെൻറ്റൻസ്. നല്ല ജുംലത്തും താമ പൂർണ്ണ സെൻറ്റൻസാണ് മുബ്തദ ഖബർ. അങ്ങനെ മുബ്തദ ഖബർ ആയി വരണമെങ്കിൽ എന്ത് വേണം? മുബ്തദ മാരിഫയായിരിക്കണം, അതുപോലെ അതിൻ്റെ ഇറാബ് റഫ ആയിരിക്കണം. അമ്മ ഖബർ നക്രയായിരിക്കണം, അതിൻ്റെ ഇറാബ് റഫ ആയിരിക്കണം. അത് രണ്ടും ആ രൂപത്തിൽ വന്നാലാണ് ജുംലത്തും മുഫീദ പ്രയോജനകരമായ സെൻറ്റൻസ് ആവുകയുള്ളൂ. അതാണ് ജുംലത്തു താമ എന്ന് പറയുന്നത്. അതിന് പൂർണ്ണ സെൻറ്റൻസ് കിട്ടും. പൂർണ്ണ സെൻറ്റൻസിന് അതിന് പിന്നെ ഒരു വ്യാഖ്യാനത്തിൻ്റെ ഒരു അവ്യയത്തിൻ്റെയോ സഹായക്രിയയുടെയോ ഒന്നിനും ആവശ്യമില്ലാതെ പൂർണ്ണ സെൻറ്റൻസ് കിട്ടും. ഇപ്പം ഹാദ കലമുൻ, ഇതൊരു പേനയാകുന്നു എന്നുള്ള പൂർണ്ണ സെൻറ്റൻസ് അതിൽ കിട്ടും. ആകുന്നു എന്നുള്ളതിനോ ഒന്ന് എന്നതിനുള്ള ഒരു അവ്യയമോ സഹായക്രിയയുടെ ഒരു ആവശ്യമില്ലാതെ പൂർണ്ണ സെൻറ്റൻസ് അവിടെ കിട്ടും. അപ്പോൾ അത് മുബ്തദ ഖബർ അത് രണ്ടും വന്നാൽ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ സിഫത്ത് മൗസൂഫ്. സിഫത്ത് മൗസൂഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മ കൊണ്ട് വിശേഷിപ്പിക്കുക. അപ്പോൾ അത് പൂർണ്ണ സെൻറ്റൻസ് ആവില്ല. ഇപ്പം ഭംഗിയുള്ള പൂവ് എന്ന് പറയുമ്പോൾ പൂവിനെ ഭംഗിയുള്ളത് കൊണ്ട് വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. അതിപ്പോൾ അറബിയിൽ പറയുമ്പോൾ ദഹ്റത്തുൻ ജമീലും അല്ല, ദഹറുൻ ജമീലും. ദഹറുൻ ജമീൽ എന്ന പുഷ്പം, ദഹർ എന്ന് പറഞ്ഞ പുഷ്പം, ജമീൽ തന്നെ ഭംഗിയുള്ള. എന്നാൽ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലോ ദഹറത്തും ജമീലത്തും എന്ന് പറയണം. അപ്പോൾ അവിടെ ദഹറത്ത് വന്നപ്പോൾ ആ ജമീലുള്ളിടത്ത് ജമീലത്തും എന്നാക്കി. ഇനി ദഹറത്തൻ ജമീലത്തൻ എന്നാണെങ്കിലോ അപ്പോഴും ഈ ദഹറത്തൻ എന്നുള്ളിടത്ത് ജമീലത്തിനെയും നെസ്വാക്കി ദഹറത്തൻ ജമീലത്തൻ. പിന്നെ അൽ ദഹറു എന്നുണ്ടെങ്കിൽ അവിടെയും അല്ല് കൊടുക്കണം. അൽ ജമീലു, അൽ ദഹറുൽ ജമീലു. അപ്പം ഇതിനെ ഈ ഏതിൻ്റെയാണോ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ എല്ലാ രൂപങ്ങളും സിഫത്തിനുണ്ടായിരിക്കണം. അത് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്? അതിനും ഈ പൂർണ്ണ രൂപങ്ങളൊക്കെ അതിനുണ്ടായിരിക്കണം. അതാണ് സിഫത്ത് മൗസൂഫ് എന്ന് പറയാം. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിനെ കൊണ്ട് വിശേഷിപ്പിക്കുക. അപ്പോൾ വിശേഷിക്കപ്പെടുന്ന എന്തൊക്കെ
ഗുണങ്ങളുണ്ടോ അതൊക്കെ വിശേഷിക്കുന്ന വസ്തുവിന് ഉണ്ടായിരിക്കണം. പിന്നെ ഒന്നാണ് മുദാഫ് ഇലൈഹി. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർത്ത് പറയുക. ഇപ്പം നമ്മൾ ഉദാഹരണം പറയാനുള്ളത് ബാബുൽ ബൈത്തി, വീടിൻ്റെ വാതിൽ. ബാബുൽ അൽ ബൈത്തി, വീടിൻ്റെ വാതിൽ. അങ്ങനെ ആദ്യം വരുന്നത് മുദാഫായിരിക്കും, രണ്ടാമത് വരുന്നത് മുദാഫ് ഇലൈഹി ആയിരിക്കും. മുദാഫിന് എപ്പോഴും അതിൻ്റെ ഇറാബ് ലളിതമാക്കണം. എന്ന് തൻവീൻ ഉണ്ടാകാൻ പാടില്ല. തൻവീനും മുദാഫിൻ ഉണ്ടാകരുത്. അതുപോലെ തന്നെ അല്ലും ഉണ്ടാകരുത്. അല്ലുണ്ടെങ്കിൽ അല്ലും ഒഴിവാക്കണം. അപ്പം ബാബു എന്നുള്ളിടത്ത് ബാബു, ബാബു എന്നുള്ളിടത്ത് ബാബു എന്ന് മാത്രമാക്കി തൻവീൻ കളഞ്ഞിട്ട് ലളിതമായ സിംഗിൾ അർത്ഥത്ത് മാത്രം കൊടുത്ത് ബാബു. പിന്നെ മറ്റൊടുത്ത് എന്തിനാ മുദാഫിലേക്ക് അല്ലുണ്ടായിരിക്കണം, അതിന് കിസർ കൊടുക്കുകയും വേണം. ബാബു അൽ ബൈത്തി, വീടിൻ്റെ വാതിൽ. അതുമാതിരി മിഫ്താഹുൽ ബാബി, വാതിലിൻ്റെ താക്കോൽ. മിഫ്താഹു അൽ ബാബി, വാതിലിൻ്റെ താക്കോൽ എന്നുള്ളതിന് കൊടുത്തിട്ടാണ് അത് വരിക. അപ്പോൾ ഇതിനുള്ള സിഫത്ത് മൗസൂഫും മുദാഫും ഇലൈഹിയും പൂർണ്ണ സെൻറ്റൻസ് അല്ല. അതിൻ്റെ കൂടെ എന്തെങ്കിലും ചേർത്താൽ മാത്രമേ അതിൽ പൂർണ്ണ അർത്ഥം കിട്ടുകയുള്ളൂ. പൂർണ്ണ സെൻറ്റൻസിലാവുകയുള്ളൂ. ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ അയാൾക്ക് മനസ്സിലാവണ്ടേ. ഇപ്പോൾ വീടിൻ്റെ വാതിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. വീടിൻ്റെ വാതിൽ തുറന്നെടുക്കുകയാണ് എന്ന് പറയുമ്പോൾ സെൻറ്റൻസ് പൂർണ്ണമായി. അല്ലെങ്കിൽ വീടിൻ്റെ വാതിൽ പുതിയതാണ് എന്ന് പറഞ്ഞാൽ കാലങ്ങൾ വ്യക്തമാക്കും. ഡോറിൻ്റെ ചാവി കാണാനില്ല, അല്ലെ ഡോറിൻ്റെ ചാവി പൊട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു പൂർണ്ണ സെൻറ്റൻസായി. മറ്റേ മാത്രമാകുമ്പോൾ സിഫത്ത് മൗസൂഫാകുമ്പോഴും പൂർണ്ണ സെൻറ്റൻസ് അല്ല. മുദാഫ് ഇലൈഹി ആകുമ്പോഴും പൂർണ്ണ സെൻറ്റൻസ് അല്ല. അതിൻ്റെ എന്തെങ്കിലും മനസ്സിലാകാനുള്ള കാര്യം ചേർത്താൽ അത് പൂർണ്ണ സെൻറ്റൻസ് ആവും. അതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ ഹുറൂഫുൽ ജർറ്, ചില ഇസ്മുകളുണ്ട്. ആ ഇസ്മുകൾക്ക് ഹർഫുകളുണ്ട്. ഹർഫുകൾ ചില ഇസ്മുകളുടെ മുന്നിൽ വന്നാൽ ആ ഇസ്മിനെ ജർറ് ചെയ്യണം. അതാണ് ഇപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഫാത്തിഹയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഇറാബ് പറഞ്ഞ്, പിന്നെ ഒരു സെൻറ്റൻസിൽ ഒരു പദം ചേർക്കുമ്പോൾ അതിൻ്റെ 4 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ മുദാഫ് ഇലൈഹി, അതുപോലെ സിഫത്ത് മൗസൂഫ്, ഹുറൂഫ് ജർറ്, ഇതെല്ലാം നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ സൂറത്തുൽ ഫാത്തിഹനെ അതിൻ്റെ മഹത്വം എന്ന് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾക്കറിയാം, ജിബ്രീൽ അലൈഹിസ്സലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയ്യ് എത്തിച്ചു കൊടുക്കുന്നത്, നമുക്ക് അറിയുന്നതാണ്. എന്നാൽ ആ ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ സാന്നിധ്യത്തിലുള്ള സമയത്ത്, ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ സാന്നിധ്യത്തിലുണ്ട്. ഈ സമയത്താണ് ആകാശത്തിലൊരു കവാടം തുറന്ന ശബ്ദം കേൾക്കുകയും ഒരു മലക്ക് അവിടെ നിന്ന് ഇറങ്ങി വരികയും ചെയ്യാം. അപ്പോൾ ജിബ്രീൽ പറഞ്ഞ്, നബിയെ, ഇതുവരെ തുറക്കപ്പെടാത്തൊരു ആകാശത്തിൻ്റെ ഒരു കവാടം തുറന്നിട്ടുണ്ട്. ഇതുവരെ ഭൂമിയിലേക്ക് ഇറങ്ങി വരാത്ത ഒരു മലക്കും ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ആ മലക്ക് ഇറങ്ങി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, താങ്കൾ സന്തോഷിച്ചു കൊള്ളുക. താങ്കൾക്ക് മറ്റു ഒരാൾക്കും, ഒരു പ്രവാചകൻ, മുൻകാലത്തിൽ വന്നിട്ടുള്ള ഒരു പ്രവാചകന്മാർക്കും ഒരു സമൂഹത്തിന് കൊടുക്കാത്ത 2 നിധി താങ്കൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയിൽ ഒന്ന് സൂറത്തുൽ ഫാത്തിഹയാണ്. ഇത് ഒരു നിധിയാണ്. ഇത് മറ്റൊരാൾക്കും കൊടുത്തിട്ടില്ല. പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അയക്കപ്പെട്ട ഒരു നിധിയാണ്. ഇതിൻ്റെ അത്രയും ദുരിതത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ജീവിച്ചിരുന്നത്. കാരണം അക്രമം ഒരാളും നബിയിൽ വിശ്വസിക്കുന്നില്ല. അപൂർവ ആൾക്കാരാണ് വിശ്വസിക്കുന്നവർക്ക് തന്നെ മർദ്ദനങ്ങൾ, അങ്ങനെ എല്ലാവിധ അക്രമങ്ങളും സഹിക്കേണ്ടി വരികയാണ്.
അങ്ങനെ ആ തുടക്കത്തിൻ്റെ സമയത്താണ്, മക്ക ജീവിതത്തിലെ കാലഘട്ടത്തിലാണ് ഇത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇത് ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, മറ്റൊന്ന് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത്. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത്, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി എന്ന് തുടങ്ങുന്ന ആ 2 ആയത്ത്. ഇത് രണ്ടും ഒരു നിധിയാണ്. ഇതുകൊണ്ട് ആര് ചോദിച്ചാലും അവർക്ക് അള്ളാഹു ഉത്തരം നൽകും എന്ന് പറഞ്ഞു. അത്രയും പ്രധാനപ്പെട്ട 2 നിധിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. ഇനി നമുക്ക് അതിൻ്റെ പേരുകളിൽ തന്നെ ഒരുപാട് പേരുകളുണ്ട്. ഒക്കെ അർത്ഥപ്പെട്ട പേരുകളാണ്. അതിലൊന്നാണ് സൂറത്തുൽ കൻസ്, നിധി, നിധിയുടെ സൂറത്ത്, നിധി. അതാണ് അത് നമ്മൾ നിർബന്ധമായും നമ്മുടെ നമസ്കാരങ്ങളിൽ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നമ്മളെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. നമുക്ക് ഔദും ബിസ്മിയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരാമർശിച്ചു അല്ലേ? ഔദും ബിസ്മിയും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അൽഹംദു മുതൽ തുടങ്ങാം. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു നമ്മൾ സർവസ്തുതിയും, ഹംദ് എന്ന് പറഞ്ഞാൽ സ്തുതി, അതൊരു ഇസ്മാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്മിനെ മനസ്സിലാക്കാൻ ഒന്നും അല്ലുണ്ടാവും. ഇവിടെ ഒരു അല്ലുണ്ട്. അൽഹംദു, എല്ലാ സ്തുതികളും, അതൊരു മുബ്തദയാണ്. മുബ്തദായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ് മുബ്തദന് മാരിഫ ആയിരിക്കണം, അതിൻ്റെ ഇറാബ് റഫുമായിരിക്കും പറഞ്ഞ്. അപ്പോൾ അൽഹംദു രണ്ടും അവിടെ കണ്ട് അല്ലേ? അൽഹംദു അല്ലുണ്ട്, അൽ മാരിഫയുടെ അടയാളാണ്. ഹംദു റഫ വന്ന്, അതിൻ്റെ ഇറാബ് റഫ വന്ന് അൽഹംദു, സർവസ്തുതിയും. ലില്ലാഹി, ലി എന്ന് പറഞ്ഞാൽ ഒരു ജറിൻ്റെ അർഫാണ്. അള്ളാഹു എന്ന ഇസ്മിൻ്റെ ജലാലത്ത് ഇസ്മിൻ്റെ മുന്നിലാണ് ലി വന്നിട്ടുള്ളത്. ലി ജറിൻ്റെ അർഫാണ്. അതുകൊണ്ട് ആ ഇസ്മിന് കിസ്ർ ചെയ്ത് അങ്ങനെയാണ് ആ ഇസ്മ കിസ്റായത്. അൽഹംദുലില്ലാഹി, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. ഇവിടെ നമ്മൾ ഈ ലീ ഇല്ലെങ്കിൽ അള്ളാഹു തന്നെയാണ് പറയുക. കാരണം മുബ്തദ ഖബർ ആകണമെങ്കിൽ അതിൻ്റെ റഫ ഉണ്ടായിരിക്കണം. രണ്ടിനും റഫ ആയിരിക്കണം അതിൻ്റെ ഇറാബ്. അൽഹംദു അള്ളാഹു, അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഇവിടെ ലീ എന്ന് വന്നതുകൊണ്ടാണ്, കിസ്റിൻ്റെ ജറിൻ്റെ ഹർഫ് വന്നതുകൊണ്ടാണ് ഇല്ലാഹി എന്ന് വന്നത്. അപ്പോൾ ആ ഇസ്മിന് കിസ്ർ ചെയ്ത്. അപ്പോൾ അൽഹംദുലില്ലാഹി, സർവസ്തുതിയും ലോകരക്ഷിതാവ്, സർവസ്തുതിയും അള്ളാഹുവിനാവുന്നു എന്ന് പറഞ്ഞു. ഇനി അള്ളാഹുവിനെ വിശേഷിപ്പിക്കുകയാണ് അടുത്ത 2 പദങ്ങൾ. അപ്പം എന്തിനാണ് വിശേഷിപ്പിക്കുന്നത്? അള്ളാഹുവിനാണ് വിശേഷിപ്പിക്കുന്നത്. ഈ അള്ളാഹുവിനുള്ള സ്വഭാവം വിശേഷിക്കുന്ന സിഫത്തിനുണ്ടായിരിക്കണം അല്ലേ? റബ്ബാണ് അദ്ദേഹം, അള്ളാഹു റബ്ബാണ്. അപ്പോൾ റബ്ബ് എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ പറയാൻ പറ്റില്ല. കാരണം ഇവിടെ അള്ളാഹു എന്നുള്ളത് അള്ളാഹി എന്നാണ് ഉള്ളത്. അപ്പോൾ അതേ വിശേഷണം തന്നെ ഈ റബ്ബ് എന്ന പദത്തിനുണ്ടായിരിക്കണം. ലില്ലാഹി റബ്ബി. ഇവിടെ അള്ളാഹി ലില്ലാഹി എന്നതുകൊണ്ടാണ് റബ്ബി എന്ന് വന്നത്. പിന്നെ ഇതൊരു മുദാഫും കൂടിയാണ്. അതിൻ്റെ അടുത്ത് വരുന്നത് അൽ ആലമീന. അൽ ആലമീന, ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിനാവുന്നു സർവസ്തുതിയും. മുബ്തദ ഖബർ ആയി തന്നെ ഒരു പൂർണ്ണ സെന്റൻസായി. പിന്നെ അതിനെ വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിനാവുന്നു സർവസ്തുതിയും. ഇവിടെ റബ്ബിൽ ആലമീൻ, അൽ ആലമീൻ നമ്മൾ പറഞ്ഞ് മുദാഫ് ഇലൈഹി എപ്പോഴും ജറായിരിക്കുന്നു അല്ലേ? ഇവിടെ ജറുണ്ട് കാണാനുമില്ല. അപ്പോൾ എന്താണ് അത് സംഭവം? ജമ്മു മുദക്കർ സാലിം, ജമ്മു മുദക്കർ സാലിം 2 രൂപത്തിലേ വരികയുള്ളൂ. ഒന്ന് ആലമൂൻ അല്ലെങ്കിൽ ആലമീൻ.
രണ്ട് രൂപത്തിൽ അത് വരുള്ളൂ. ആലമൂൻ നമ്മൾ റഫൈൻ്റെ രൂപത്തിൽ, ആലമീൻ എന്നുള്ളത് ജറിൻ്റെയും നെസബിൻ്റെയും രൂപത്തിലാണ്. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ ആലമീൻ വന്നത് ജറിൻ്റെ രൂപത്തിലാണ്. കാരണം മുദാഫിലഹി ജറായിരിക്കും എപ്പോഴും. അപ്പോൾ ആലമീനാന്ന് വന്നിട്ടുണ്ടെങ്കിലും അത് ജറിൻ്റെ സ്ഥാനത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പൂർണ്ണമായിട്ട് അതിൻ്റെ ബാക്കി നോക്കാം. ഇൻഷാ അല്ലാഹ് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.